മൂന്നൊരു ബീഫ്, അടിപൊളി ബീഫ് വെക്കാം, ഒരു വെറൈറ്റി ഒന്ന് കണ്ടു നോക്ക്. നമുക്ക് ആദ്യം ബീഫ് ഇടാം. ബീഫ് ഒരു 2 കിലോ ഉണ്ട്. മഞ്ഞൾപ്പൊടി ഒരു 1/4 സ്പൂണ്, ഉപ്പ് ആവശ്യത്തിന്, മുളക് പൊടി 2 സ്പൂണ്, മല്ലിപ്പൊടി 1 സ്പൂണ്, കുരുമുളക് ചെറിയ സ്പൂൺ 1 സ്പൂണ്, ഗരം മസാല, ശകല ഏലക്ക. എന്നിട്ട് അതിനകത്ത് ഇടാൻ വേണ്ടി ഇഞ്ചി, വെളുത്തുള്ളി, സവോള, കരിയാപ്പില, 3 സവോളയാണ് കേട്ടോ. അപ്പോൾ അതെല്ലാം ഇട്ടിട്ടുണ്ട്. ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം ഇട്ടിട്ടുണ്ട്. മൂക്കൂല ഇട്ടിട്ടുണ്ട്. ഒന്ന് മിക്സ് ചെയ്യാം, കൈ കൊണ്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. നമുക്ക് നമ്മളെല്ലാം കൂടെ ഇട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 1/2 മണിക്കൂർ വെച്ചിട്ട് നമുക്കൊന്ന് ഒരു 2 വിസിലടിപ്പിക്കാം. നമുക്ക് ഉരുളി വെക്കാം. ഉരുളി ചൂടായിട്ടുണ്ട്. എണ്ണ ഒഴിക്കാം. ഇതിനകത്ത് ഫ്രോസൺ ചൂടായിട്ടില്ല. അതിനകത്ത് ഫ്രോസൺ ഗാർലിക്കും നമ്മുടെ ഇഞ്ചി ഇടുക. ചൂടാകുന്നതിന് മുന്നേ, ചൂടായി കഴിഞ്ഞിട്ട് പൊട്ടിത്തെറിക്കുക. അതുകൊണ്ടാണ് ചൂടാകുന്നതിന് മുന്നേ ഇട്ടത്. അതിനകത്ത് നമുക്ക് ഉള്ളിയും കരിയാപ്പില ഇടാം. 1 ഉള്ളിയേ ഉള്ളൂ കേട്ടോ. സ്വല്പം ഉപ്പും ഇടാം. നമുക്ക് ഇതിനെ നല്ലതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഒരുമാതിരി മൂത്രമുണ്ട്. നമുക്ക് തക്കാളിക്ക, ഒരു ചെറിയ 2 തക്കാളിക്ക, അതൊന്നും നമുക്ക് വഴറ്റായി ആയിട്ടുണ്ട്. കുറച്ചെടുത്ത് കറിക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. വൈകിട്ട് കപ്പയും കറിയും. ഇതാണ് നമ്മുടെ ഇന്നത്തെ ബീഫിൻ്റെ. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ. ഉണ്ടോ, നല്ല പരിപാടിയില്ലേ. അപ്പം നിങ്ങളിങ്ങനെ ബീഫ് ഉണ്ടാക്കിയിട്ട് അഭിപ്രായം പറയുക കേട്ടോ. അപ്പോൾ കാണാം. ബൈ.